സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി അധിക താപനില ഉണ്ടായേക്കും. 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സ്വാന്തന, വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണോ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഉണ്ടോ? അമൃത, സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില കൂടുതലായിരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി അധിക താപനില ഇന്നും നാളെയും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇത് എല്ലാ പ്രദേശങ്ങളിലുമല്ല, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ ചൂട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അത് മാത്രവുമല്ല, ഈ ഉയർന്ന ചൂട് മൂലം തന്നെ പ്രത്യേകമായ ഒരു കാലാവസ്ഥ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വെയിൽ ഏൽക്കുകയാണെങ്കിൽ കുടയോ തുപ്പിയോ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകണമെന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, 2019 ചൂടായിരുന്നില്ല 20 ഉണ്ടായിരുന്നത്. 20 പോലെ ആയിരുന്നില്ല കഴിഞ്ഞ വർഷം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് 2024 കഴിഞ്ഞു പോയത്. ഡിസംബർ മാസം പോലും നോക്കുകയാണെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശങ്ങളിൽ ഒന്നായിട്ട് രേഖപ്പെടുത്തിയത് അത് കേരളത്തിലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ആയിരുന്നു ഏറ്റവും അധികം ചൂടുണ്ടായിരുന്നത്. നിലവിലും ആ ഒരു രീതി തന്നെയാണ് തുടർന്ന് പോകുന്നത്. ഈ ജനുവരി മാസവും ഡിസംബറും ഒക്കെ നമുക്കറിയുന്ന പോലെ ചെറിയൊരു തണുപ്പുള്ള മാസമാണ്, അല്ലെങ്കിൽ വലിയ ചൂട് അനുഭവപ്പെടാത്ത മാസമാണ്. പക്ഷേ ഈ മാസങ്ങളിൽ പോലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടുന്നതിന് സമാനമായ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ഇതിനോടകം തന്നെ 37 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ്. 37 കഴിയുമ്പോഴാണ് ഭയങ്കരമായ രീതിയിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം. നമ്മളൊരു തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 37 ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ മാർച്ചിൽ വരേണ്ട ഒരു 37 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ പലയിടങ്ങളും, പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ ഇതിനോടകം തന്നെ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും അമൃത ചോദിച്ചതുപോലെ തന്നെ ചൂട് തന്നെ ആയിരിക്കും. അത് കുറയാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് മഴയൊന്നും കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിച്ചിട്ടില്ല. അങ്ങനെ കൂടി ഒരു സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് അമൃത കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്.